കൗൺസിലിങ്ങിന് എൻ്റെ അടുക്കൽ വരുന്ന പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു പദമാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആത്മഹത്യാ കുറിപ്പുകളിലും പലരുടേതിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു വാചകമാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. ശരിക്കും മനുഷ്യരായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സഹായമില്ലാത്ത അവസ്ഥ വരാറുണ്ടല്ലേ? ഒരു ഹെൽപ്ലെസ്നെസ്, നമ്മളെ കൊണ്ട് പറ്റില്ല, സഹായിക്കാൻ ആരുമില്ല, എനിക്ക് പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ മനുഷ്യരായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരാറുണ്ട്. പക്ഷെ ചിലർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ അവരവരുടെ ജീവിതം അവസാനിപ്പിക്കും. അല്ലെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ വെച്ച് ഇങ്ങനെ ഇരിക്കാം, എന്നെ സഹായിക്കാൻ ആരുമില്ല, അത് പിന്നെ ഇങ്ങനെ അങ്ങ് ഈ ഒരു കഷ്ടപ്പാടും ഈ ഒരു പ്രയാസത്തിലൂടെ ഇങ്ങനെ അങ്ങ് പോകാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമ്മളെ സഹായിക്കുന്ന കഴിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റിലും. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മുടെ മക്കൾ എക്സാമിന് പഠിക്കുകയെന്ന് വെച്ചോളൂ, അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരോട് പറയും, ഓക്കെ മക്കൾ, നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കും, കുറച്ചുകൂടെ ശ്രമിക്കും, നമ്മൾ അവരെ കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ കുഞ്ഞിന് തന്നെ പഠിച്ച് ജയിക്കാൻ കഴിയുന്നില്ല, വീണ്ടും എക്സാമിന് തോൽക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ പാരൻസ് എന്ത് ചെയ്യും? ഒന്നുകിൽ പാരൻസ് പഠിപ്പിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ചെറിയ ട്യൂഷനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടേ ആക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടൊരു സ്പെഷ്യൽ കെയർ കൊടുക്കണം എന്ന് പറയും. കുറച്ചുകൂടെ ശ്രമിക്കാനായിട്ട് നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ അടുത്ത് കൊണ്ടാക്കും. ഓക്കെ, നമ്മൾ അങ്ങനെ കൊണ്ടാക്കി പറ്റുന്നില്ല, എന്നാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണയായിട്ട് സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കും. ആ സബ്ജക്റ്റിന് മാത്രമായിട്ട് ഏത് കാര്യത്തിലാണോ അവർക്ക് ഫെയിലാകുന്നത്, അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണോ അവർക്കൊരു സഹായം ആവശ്യമായിട്ട് വരുന്നത്, ആ കാര്യത്തിന് നമ്മൾ കുറച്ചൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുന്ന, അതിന് സ്പെഷ്യലി ക്യാപ്പബിൾ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ സ്പെഷ്യൽ ട്യൂഷന് കൊണ്ടാക്കും. മിക്കവാറും കുട്ടികൾ ജയിക്കാറുണ്ട്. ഇനി ചിലർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? എത്ര പഠിച്ചിട്ട് ജയിക്കാൻ കഴിയാത്തവരുണ്ട്. ഒരു പക്ഷേ നമ്മൾ അതിനുള്ള അണ്ടർലൈൻ കോസ് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പം ആ കുട്ടിക്ക് പഠിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പം ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കാം. അതൊന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഒരുവിധമൊക്കെ സ്പെഷ്യൽ ട്യൂഷനൊക്കെ വെച്ച് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിലും. ചില പരീക്ഷകളും ചില പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരും. ചിലതൊക്കെ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്ത്, ചില സബ്ജക്റ്റൊക്കെ കുട്ടികൾ തന്നെ പഠിച്ച് ജയിക്കുന്നത് പോലെ കുറച്ച് ചിലതൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും, നമുക്കത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. ചിലത് നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ്, ചിലപ്പോൾ പാരൻസിൻ്റെ ഹെൽപ്പ് മതിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറച്ചൊന്ന് ഇൻപുട്ട് ഇട്ട് കുറച്ചുകൂടെ ഒന്ന് ശ്രമിച്ച് തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഒരു ഗ്രൂപ്പ് സ്റ്റഡി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു പക്ഷേങ്കിൽ നമുക്കതിന് ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലതിനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിശ്വസ്തരായിട്ടുള്ള, നമുക്കെല്ലാം ഹൃദയം തുറന്ന് പറയാൻ കഴിയുന്ന ആൾക്കാർ നമുക്ക് വേണ്ടി വരും. അതിനും അപ്പുറമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തെറാപ്പിസ്റ്റുമാരെയോ സൈക്കോളജിസ്റ്റുമാരെയോ കൗൺസിലേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മളൊരു ഹെൽപ്പ് ചോദിക്കേണ്ടി വരും. ശരിക്കും ഈ ഒരു ഹെൽപ്ലെസ്നെസ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? അങ്ങനെ ഒരു അവസ്ഥ ഇപ്പം നമ്മുടെ ലൈഫിൽ വരുവാണെന്ന് വെച്ചോളൂ, എനിക്കിതിന്ന് പുറത്ത് വരാൻ കഴിയില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ അത് നമുക്ക് ഇപ്പോൾ വരുവാന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ആദ്യം എന്തെന്നറിയോ? നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ജനറലായിട്ട് നോക്കരുത്. ഇപ്പം നമുക്ക് എന്താ ഏതെങ്കിലും ഇപ്പം നമ്മുടെ ഫാമിലി ലൈഫിലോ എഡ്യൂക്കേഷനിലോ കരിയറിലോ എന്തെങ്കിലും ഒരു കാര്യത്തിലാണ് ഇപ്പം നമുക്ക് ഹെൽപ്ലെസ്നെസ് ആവശ്യമാണെങ്കിൽ, അങ്ങനെ ഒരു പ്രശ്നമുള്ളതെങ്കിൽ നമ്മൾ എൻ്റെ ലൈഫ് അങ്ങനെയാണ്, എൻ്റെ ജീവിതം അങ്ങനെയാണെന്ന് മൊത്തത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ എക്സാമിന് തോറ്റുപോയി, എൻ്റെ ലൈഫ് മൊത്തം പരാജയപ്പെട്ടു പോയി എന്ന് തോന്നരുത്. ഇപ്പോൾ നമ്മുടെ ഫാമിലി ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫിന് പോയി, ഇനി എനിക്ക് വേറൊരു ജീവിതമില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ഫോക്കസ് ചെയ്യുക ഏതാണ് ആ പോയിന്റ് മാത്രം നമ്മൾ നോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ എക്സാമിന് 10-12 സബ്ജക്ട്സ് കുട്ടികൾ പഠിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സബ്ജക്റ്റിനും പോയി എന്ന് പറയത്തില്ലല്ലോ. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് മാത്രം നമ്മൾ അത് മാത്രം ആദ്യം നോട്ടീസ് ചെയ്യുക. എവിടെയാണ് എനിക്ക് പ്രശ്നം, ഏത് കാര്യത്തിലാണ് എനിക്ക് ഹെൽപ്പ് വേണ്ടത്, എന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഇൻപുട്ട് കുറച്ച് കൊടുത്ത് നോക്കുക. ഓക്കെ, പണ്ട് നമ്മൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ വന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തത് എന്ന് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അന്നൊന്ന് ഹാൻഡിൽ ചെയ്ത പ്രശ്നം പോലെ അല്ല, കുറച്ചുകൂടെ ഹാർഡാണ്, നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, നമുക്ക് ഇന്ന് തുറന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്ത് നോക്കുക. ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കുമെങ്കിലോ, എങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഒരുപക്ഷെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇതിൽ നിന്ന് പുറത്ത് വരാനായിട്ട്. അതും പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു തെറാപ്പിസ്റ്റിനെയോ ഒരു കൗൺസിലറിനെയോ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. കാരണം അവരുടെ കയ്യിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളൊരു ഹെൽപ്പ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സപ്പോസ് എൻ്റെ അടുത്ത് ഒരാൾ വരികയാണെന്ന് വെച്ചോളൂ, എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും. ചില കാര്യങ്ങൾ എൻ്റെ കൺട്രോളിൽ നിൽക്കത്തില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവരോട് പറഞ്ഞിട്ട് എന്നെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഡീപ്പായിട്ട് അറിവുള്ള, ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുള്ള ആൾക്കാരെ അവരോട് പറഞ്ഞിട്ട് ഞാൻ റെഫർ ചെയ്യും. ഓക്കെ, എന്നെക്കൊണ്ട് ഇത് പറ്റില്ല ചിലപ്പോൾ,
കുറച്ചൊരു അടുത്ത ആൾ ഞാൻ റെഫർ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് അവരോട് ഞാൻ റെഫർ ചെയ്യാറുണ്ട്. അത് ജനറലി നടക്കുന്നത്, കൗൺസിലേഴ്സിന് ഇടയ്ക്ക് ജനറലി നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യും. ആസ് യൂഷ്വലി ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ തന്നെ അവരെ കൊണ്ട് പറ്റാത്ത ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നോർമലി അവർ റെഫർ ചെയ്യത്തില്ലേ, അതുപോലെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊരു ഹെൽപ്പ് ഇല്ല എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. ആരുടെയൊക്കെ അടുത്ത് നമുക്കൊരു ഹെൽപ്പ് ഉണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അത് പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ചിന്തിക്കണം. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ വന്നാൽ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, ആ ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്? അത് അങ്ങനെ ആലോചിച്ചിട്ട് അത് നിങ്ങൾ ആപ്ലിക്കബിൾ ആക്കാൻ നോക്കണം. പലപ്പോഴും ഇതൊന്നും ആപ്ലിക്കബിൾ ആയില്ലെങ്കിൽ തെറാപ്പിയിലൂടെ നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ കഴിയും. ഇനി വലിയ ഗോൾസ് ഒറ്റയടിക്ക് സെറ്റ് ചെയ്യരുത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫെയിൽ ആകുന്ന ഒരു കുട്ടിയാണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഫസ്റ്റ് റാങ്ക് മേടിക്കണം. അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്താൽ നമുക്ക് ടെൻഷൻ, സ്ട്രെസ് ഇതെല്ലാം കൊണ്ട് നമുക്ക് പഴയതിനേക്കാളും ഒട്ടും പഠിക്കാൻ പറ്റാണ്ടാകും. നമ്മൾ എന്ത് ചെയ്യുക? ചെറുതായിട്ട് ആദ്യം എനിക്ക് പാസ് മാർക്ക് മേടിക്കണം, ദെൻ ഒരു 60%, 70, 80, അങ്ങനെ നമ്മൾ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് അതിനോട്ട് എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്ട്രെസ്, നമ്മുടെ പ്രോബ്ലംസ് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് തന്നെ ആർക്കാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ കണ്ടുപിടിച്ചു. ഇതിന് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ആദ്യം കുഞ്ഞു ഗോൾസേ വെക്കാവും നമ്മുടെ ലൈഫിനകത്ത്. ചെറിയ ഓരോ ഗോൾസ് അറ്റൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ വരും. അല്ലെങ്കിൽ നമുക്ക് തന്നെ വിചാരിക്കും, ഓക്കെ ഇതെനിക്ക് പറ്റും, ഇതെനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എന്താ പറയുന്നത്, എക്സാമ്പിൾ ഇപ്പം നിങ്ങളിങ്ങനെ വീട്ടിനകത്ത് അടഞ്ഞുകൂടി ഒത്തിരി പ്രശ്നമായിട്ട് ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇരുന്ന ഒരു പക്ഷേ നമുക്കത് ഹാർഡായിട്ട് തോന്നും. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, നമുക്ക് കുറച്ച് റിലീഫ് കൊടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സ്ഥലത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഡാൻസ് ഇഷ്ടമാണുള്ളവരാണെങ്കിൽ അതിന് പോവുക, അപ്പോൾ മ്യൂസിക്, ഗെയിംസ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, റീഡിങ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലോട്ട് കുറച്ചുകൂടെ കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ മൈൻഡും നമ്മളെ റിലാക്സ്ഡ് ആകാൻ പറ്റും. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദയവ് ചെയ്ത് എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന കാര്യം അതാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ച് മരിക്കുന്നവരുണ്ട്. ശരിക്കും അവരെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി വിഷമം തോന്നും. കാരണം ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട്. നമ്മൾ ആരോടെങ്കിലുമൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്, നമ്മൾക്ക് ഹെൽപ്ലെസ്നെസ് ഭയങ്കരമായിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ ആരോടെങ്കിലും നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും അത് നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ട്രെയിൻ ചെയ്യുക. കാരണം നമ്മളിപ്പം ഒരു പനിയോ എന്തെങ്കിലും ഒരു അസുഖമോ വന്നാൽ നമ്മൾ വീട്ടിലിപ്പം ഒരു പാരസെറ്റമോളോ എന്തെങ്കിലും കഴിച്ച് ഓക്കെ ആകാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ ആക്കും. ഇനിയില്ല, അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, നമുക്ക് ഫിസിക്കലി ഒരു അസുഖം കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടേഴ്സിനെ പോയി കാണും. അതുപോലെ തന്നെയാണ് നമുക്ക് ഉണ്ടാകുന്ന മൈൻഡിനുണ്ടാകുന്ന പ്രോബ്ലംസ്, നമ്മുടെ ഇമോഷണൽ പ്രോബ്ലംസ് ആയിരിക്കാം. അങ്ങനെ ഒരു സഹായമില്ലാത്തൊരവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നില്ല എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറാപ്പിസ്റ്റുകളുടെ അടുത്ത് പോകാം. അത് നിങ്ങൾക്ക് പോകാൻ നാണക്കേടാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്യും. ഓൺലൈൻ സെർച്ച് ചെയ്യുമ്പോൾ വിശ്വസ്തരായിട്ടുള്ള, ഫെയ്ത്ത്ഫുൾ ആണ്, ഒത്തിരി റിവ്യൂസൊക്കെ ഉള്ള, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. മിക്കവാറുമുള്ള സൈക്കോളജിസ്റ്റുമാർ ഭയങ്കര ഇതായിട്ട് അവരുടെ അടുത്ത് വന്നാലേ പറ്റത്തുള്ളൂ എന്നൊന്നും പറയത്തില്ല. ഒരു ജീവിതത്തിൻ്റെ കാര്യമല്ലേ, എല്ലാവരും സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും എൻ്റെ അടുത്ത് വരുന്നവരും 1-2 പേര് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്കിത് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇതെന്നെ ഫെയിൽ ചെയ്യിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ല, നമുക്കിത് പറ്റും. കുറച്ചായിട്ട്, ഒറ്റയടിക്ക് ഭയങ്കരമായിട്ട് ഇത് ആകാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഗ്രാജുവലി കുറച്ചായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും. വേദപുസ്തകത്തിനകത്തും ഇത് തന്നെയാണ് പറയുന്നത്. ദാവീദ് എന്നൊരു കഥാപാത്രമുണ്ട്. ദാവീദ് ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ട ആളാണ്. ദാവീദ് ഒരിക്കൽ ഗോലിയാത്തിനെ നേരിടാൻ പോകുന്നുണ്ട്. ഗോലിയാത്തിനെ നേരിടാൻ പോകുമ്പോൾ താൻ ഒരിക്കലും യുദ്ധം അഭ്യസിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷെ തൻ്റെ സഹോദരന്മാരെല്ലാം പട്ടാളത്തിലുള്ളവരാണ്. അവിടെ പോകുമ്പോഴത്തേക്ക് ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കൽ കാട്ടിലായിരുന്നപ്പോൾ ഒരു സിംഹത്തിനെ തോൽപ്പിച്ചിട്ടുണ്ട്, ഒരു കരടിയെ തോൽപ്പിച്ചിട്ടുണ്ട്. ഞാനത് എൻ്റെ ബലത്തിലല്ല ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ഹെൽപ്പോടു കൂടിയാണ്. അങ്ങനെ ഒരിക്കലും ദാവീദിന് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ ഗോലിയാത്തിനെ ദാവീദ് തോൽപ്പിച്ചു. എങ്ങനെ തോൽപ്പിച്ചത്? ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്, ബൈ ദി ഹെൽപ്പ് ഓഫ് ഗോഡ്. ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ചുറ്റും നിന്നവരൊക്കെ വിചാരിച്ചു. കാരണം ദാവീദിന് വേറൊരു എക്സ്പീരിയൻസ് ഇല്ല. ആകെ ഒരു സിംഹത്തിന് കരടിയൊക്കെ വന്നൊരു എക്സ്പീരിയൻസ് ഉള്ളൂ. ഇത്രയും നല്ലതായ ഒരാളെ കണ്ടിട്ടോ നേരിട്ടിട്ടോ ഒരു യുദ്ധം ചെയ്ത് ട്രെയിൻ ചെയ്തിട്ടോ ഉള്ള ഒരാളല്ല ദാവീദ്. തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്തൊരു ഹെൽപ്പുണ്ട്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്നെങ്കിലും അതിൽ നിന്നെല്ലാം ദൈവം സഹായിച്ചു എന്ന് ദാവീദ് പലയിടത്തും പറഞ്ഞു. ദി ലോർഡ് ഹെൽപ്പ് ഡേവിഡ്. ദൈവം ഇങ്ങനെ ദാവീദിനെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അതിനെല്ലാം പുറത്ത് വരാൻ പറ്റി. ദാവീദ് ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കൂടെ ഉണ്ടായിരുന്നവരുടെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് എല്ലാവരും കൂടി ദാവീദിനെ ഒറ്റപ്പെടുത്തി. അവർക്ക് കല്ലെറിയാൻ വരെ ശ്രമിച്ചു ദാവീദിനെ.
അത് ദാവീദിന് ഒത്തിരി വിഷമം തോന്നി. ദാവീദ് ഒത്തിരി കരഞ്ഞതിന് ശേഷം ദാവീദ് എന്ത് ചെയ്യുന്നറിയോ? സ്വയം ബലപ്പെട്ടു. ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചു. എന്നിട്ട് ദാവീദ് ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ദാവീദിന് അതെല്ലാം ശത്രുക്കൾ കൊണ്ടുപോയതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. നമ്മൾക്ക് പലപ്പോഴും ഇങ്ങനെ നമ്മളെ സഹായിക്കാൻ ആരുമില്ലാന്ന സിറ്റുവേഷൻ വരും. ഒരുപക്ഷെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരെ വിളിക്കുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ കുറച്ച് ബിസി ആയിരിക്കും. എന്നെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കര ടയേർഡായി, മീൻസ് നിങ്ങൾ എക്സോസ്റ്റഡ് ആയ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ തോന്നുമെങ്കിൽ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ദയവേത് നിങ്ങളൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക. ദെൻ വെയിറ്റ് ടിൽ ഐ കോൾ യു ബാക്ക്. ഞാൻ തിരിച്ച് വിളിക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുവരെ ദയവേത് നിങ്ങൾ ഡിസിഷൻസ് എടുക്കരുത് എന്ന് ഞാൻ എൻ്റെ അടുത്ത് വരാറുള്ള എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ചില സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊന്നും അവൈലബിൾ ആയിരിക്കില്ല ചില സമയത്ത്. ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ദൈവമുണ്ട്. അത് നമ്മൾ തന്നെ നോക്കുക. ജീവിതത്തിൽ ഒരു പ്രശ്നം ഇല്ലാതെയൊന്നും അല്ലല്ലോ നമ്മൾ ഇത്രയും ദിവസം കടന്നു വന്നത്. നമ്മൾ നേരത്തെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരത്തെ നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ട്. നമുക്ക് പറ്റും, ഇത് നമുക്ക് പറ്റും. ഇനിയോ എന്നെ ഇത്രയും പ്രശ്നങ്ങളിലൊക്കെ കൈപിടിച്ച് പുറത്ത് കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ആ ദൈവം എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും എന്നെ പരാജയപ്പെടുത്താൻ ഒന്നിനും കഴിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം നിങ്ങളെ കൊണ്ട് ഒരു കാര്യം പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും എത്ര തെറാപ്പി എടുത്തിട്ടും പറ്റുന്നില്ല. യു ലീവ് ഇറ്റ് ദെയർ ആൻഡ് മൂവ് ഓൺ ടു നെക്സ്റ്റ്. ഞാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കേട്ടായിരുന്നു. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ കർഷകനായിരുന്നു. എന്നും കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ആ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ഭയങ്കര ഒരു ക്രേസായിരുന്നു. ഒരിക്കലും ആ സ്ഥലത്ത് അങ്ങോട്ട് യുദ്ധം വന്നിട്ട് ആ മനുഷ്യൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടു. തിരിച്ച് ആ മനുഷ്യന് ആ കൃഷി സ്ഥലത്ത് വീണ്ടും ജോലി റിക്കവറൊക്കെ ആയിട്ട് കൃഷി സ്ഥലത്ത് ജോലി ചെയ്യാൻ വരുമ്പോൾ പുള്ളിക്കത് പറ്റുന്നില്ല. നേരത്തെ 2 കാലം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതൊന്നും പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പലരും പറഞ്ഞു നോക്കി നിനക്ക് പറ്റും. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞ് ഈ പുള്ളി ഡിപ്രഷനിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പറ്റുന്നില്ല, ഇത്ര ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. ദെൻ ഇയാളതുപോലെ ഈ മനുഷ്യൻ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടിപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കി ഒരു കാര്യം ചെയ്യാം, ഇത്രയും ദിവസം നമ്മൾ കൃഷിയല്ലേ ചെയ്തത്, ഓക്കെ ആ കൃഷി ഇപ്പം മണ്ണിലും ചെളിയിലും ഇറങ്ങി പണി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം നമുക്ക് കൺസിഡർ ചെയ്താലോ എന്ന് വെച്ചിട്ട് ആ മനുഷ്യന് പശുക്കളുടെ ഒരു ഫാം തുടങ്ങാനായിട്ട് ഈ മനുഷ്യൻ സഹായിച്ചു. പക്ഷെ ഗ്രാജുവലി എന്ത് സംഭവിച്ചെന്നറിയോ? ആ മനുഷ്യൻ അതിൽ ഓവർകം ചെയ്യാൻ തുടങ്ങി. കാരണം അതിന് 2 കാലം വേണ്ട, ഒരു കാലം ഉണ്ടെങ്കിലും ആ മനുഷ്യൻ അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാൻ പറ്റുമായിരുന്നു. അങ്ങനെ ആ മനുഷ്യൻ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വന്നു. നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ല, ചില കാര്യങ്ങൾ നമ്മൾ ഫെയിൽ ആകുമെന്ന് തോന്നിയാൽ, ഫെയിൽ ആയിപ്പോയാൽ അവിടെ വെച്ച് നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അതിനെ പുറത്ത് വരാൻ. ഒരു സെക്കൻഡ് ചാൻസ് നമ്മൾ എടുക്കുക, വേറൊരു കാര്യത്തിലോട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക, നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇപ്പം എക്സാമ്പിളായിട്ട് ഒരു കുട്ടി നിങ്ങളെ എഞ്ചിനീയറിങ്ങിനോ ഉണ്ടാക്കി, എത്ര ശ്രമിച്ചിട്ട് ആ കുട്ടിക്ക് ജയിക്കാൻ പറ്റുന്നില്ല, ഫെയിൽ ആയിക്കൊണ്ടേ ഇരിക്കുന്നു, ട്യൂഷൻ കൊടുത്ത് എല്ലാം കൊടുത്ത് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് തന്നെ ചെയ്യുന്ന വാശി പിടിക്കാണ്ട് ഓക്കെ എങ്കിൽ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് കഴിയുമെങ്കിൽ നെക്സ്റ്റ് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്താണോ, സന്തോഷമുള്ള സബ്ജക്റ്റ് എന്താണോ അതെടുത്ത് കൊടുക്കുക. അവർ ആ ഗ്രാജുവലി അത് പഠിച്ച് വരും. പലപ്പോഴും നമ്മളെ കൊണ്ട് പറ്റാത്ത സാഹചര്യങ്ങളിൽ വീണ്ടും നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ ഹാൻഡിൽ ചെയ്യുക, പറ്റാത്തത് കർത്താവിൻ്റെ കാര്യത്തിലോട്ട് കൊണ്ടുവരിക. ഗാഡ് ഈസ് അവർ ഹെൽപ്പ് ഇൻ ടൈംസ് ഓഫ് നീഡ് ആൻഡ് ട്രബിൾ. നമ്മുടെ ആവശ്യങ്ങളുടെ മേലും നമ്മുടെ ട്രബിൾസിൻ്റെ മേലും ദൈവം നമുക്ക് ഏറ്റവും നല്ല സഹായകനാണ്. ഇതിനപ്പുറം നല്ലൊരു സഹായകൻ വേറെ ഇല്ല. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, ലൈഫിൽ ഹാർഡായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല, ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന ഒരു ചിന്തയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കുക, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഏതാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങളുടെ ജീവിതം മൊത്തത്തിലല്ല പ്രശ്നം, ഏതോ ഒരു പോയിന്റ്, ആ പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കുക. അതിൽ ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് കുഞ്ഞു ഗോൾസ് സെറ്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ശ്രമിച്ചിട്ട് പറ്റുന്നില്ല എങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഹെൽപ്പ് നേടുക. അല്ല എങ്കിൽ ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ് പേഴ്സണൽ ഹാൻഡ്സ് നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഏത് സമയത്തും റെഡിയാണ്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി ഞങ്ങളെപ്പോലെ അവൈലബിൾ അല്ല എങ്കിലോ ഏത് സമയത്തും നമുക്ക് സഹായത്തിനായി കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞ് ദൈവം എന്നെ സഹായിക്കണമേ, ഞാനൊരു പ്രശ്നത്തിലാണ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ ആശ്വാസം, കർത്താവിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. സോ എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വി ആർ ഹിയർ ടു ഹെൽപ്പ് യു പീപ്പിൾ. അതിനേക്കാൾ ഉപരിയായി നിങ്ങളെ സഹായിക്കാൻ ഏത് സമയത്തും റെഡിയായിരിക്കുന്ന നല്ലൊരു ദൈവമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഏതെങ്കിലും പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തക്ക സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഒരു റിലീസ് ദൈവം തരട്ടെ. ഗോഡ് ബ്ലെസ് യു.